നമസ്കാരം, ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. തലക്കാട് പഞ്ചായത്തിൽ UDF വെൽഫെയർ പാർട്ടി ബന്ധം പുറത്തുവന്നതായി CPM. തലക്കാട് പഞ്ചായത്തിലെ 3-ാം വാർഡിൽ റെയിൽവേ ഇന്ദിരാനഗർ ലിങ്ക് റോഡ് ഉദ്ഘാടന ചടങ്ങിൽ CPM പ്രതിനിധികളെ ക്ഷണിച്ചില്ലെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AK ബാബു പറഞ്ഞു. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. 12-ാം വാർഡിലെ സമരം തീർത്തും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള സമരമാണ്. തലക്കാട് പഞ്ചായത്ത് ഭരണസമിതി എല്ലാ വാർഡുകളിലേക്കും വികസനം ഒരുപോലെ എത്തിക്കണം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ വാർഡിലും ചെറിയ ചെറിയ ഏറ്റക്കുറച്ചിലുണ്ടെങ്കിലും എല്ലാ വാർഡിലേക്കും ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ നീക്കിവെച്ച് പദ്ധതികൾ നടക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 10-ൽ കൂടുതൽ വർക്കുകൾ 12-ാം വാർഡിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ റണ്ണിങ് ആയിട്ടുള്ള വർക്കുകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ വീണ്ടും പറയാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ പ്രേരിതമാണ്. കാരണം നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ തന്നെ 18 ലക്ഷം രൂപയുടെ പദ്ധതി 3 വർക്കുകളാണ് പഞ്ചായത്തിനകത്ത് വരുന്നത്. ആ 3 വർക്കുകളും ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് 12-ാം വാർഡിൽ പറഞ്ഞ ഹെൽത്ത് സെന്റർ റോഡാണ്. അപ്പം അതിന് വെക്കാതെ മറ്റ് വാർഡുകളിലേക്ക് നീക്കി വെച്ചു എന്നുള്ളതാണ് ഒരു വസ്തുത. രണ്ടാമത് UDFന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ ആഴ്ച ജില്ലാ പഞ്ചായത്തിന്റെ 20 ലക്ഷം രൂപയുടെ ഒരു റോഡ് പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട് വെൽഫെയർ പാർട്ടിയുടെ അവരുടെ നേതാക്കന്മാരെ, ലീഗിന്റെ നേതാക്കന്മാരെ വിളിച്ച് നിർമ്മാണോദ്ഘാടനം നടത്തി. ഇവിടെ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി, അതുപോലെ തന്നെ പഞ്ചായത്ത് ഭരിക്കുന്ന പാർട്ടിയുടെ CPMന്റെ ഒരാളെ പോലും ആ യോഗത്തിലേക്ക് ക്ഷണിക്കുകയോ അല്ലെങ്കിൽ അവരെ ഔദ്യോഗികമായിട്ട് അതിന്റെ നോട്ടീസ് നൽകുകയോ ചെയ്യാതെയാണ് ആ ഉദ്ഘാടനം നടന്നിട്ടുള്ളത്. ഈ തരത്തിൽ പോവുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം സ്വകാര്യമായിട്ട് വെൽഫെയർ പാർട്ടിയുമായിട്ടുണ്ടാക്കിയ ബന്ധം മറ നീക്കി പരസ്യമായ രംഗത്തേക്ക് വരുന്ന തീരുമാനമാണ് UDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യങ്ങളാണ്. ഓരോരോ മെമ്പർമാരുടെ ആവശ്യത്തിനനുസരിച്ച് അതാത് രീതിയിൽ പൊതുകാര്യങ്ങൾ നീക്കി പോകുക എന്നുള്ളത് അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെതിരെയൊക്കെ ഞങ്ങൾ ശക്തമായ പ്രതിഷേധങ്ങൾ അറിയിക്കേണ്ട ഭാഗങ്ങളിൽ. തുടർന്ന് ഇത് പോവുകയാണെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക്, സമരങ്ങളിലേക്ക് ഞങ്ങൾ നീങ്ങേണ്ടി വരും. അതാണ് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്.